APPLE ആപ്പിൾ, BALL ബോൾ. ഇങ്ങനെ നിങ്ങളുടെ കുട്ടികളെ റീഡിംഗ് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഫോണിക്സ് ട്രൈ ചെയ്യുക. ഫോണിക്സ് യൂസ് ചെയ്ത് എങ്ങനെ റീഡിംഗ് എളുപ്പമാക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ മേഘ്ന, പ്രയത്ന സെൻറ്റർ ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എന്താണ് ഫോണിക്സ് അല്ലെങ്കിൽ ഉച്ചാരണം? ഏത് ലാംഗ്വേജ് ആയാലും ലെറ്റേഴ്സിൻ്റെയും സൗണ്ട്സിൻ്റെയും റിലേഷൻഷിപ്പ് പഠിപ്പിക്കുന്ന രീതിയാണ് ഫോണിക്സ്. വായിക്കാനും എഴുതാനും ഒക്കെ നമ്മൾ ലെറ്റേഴ്സിൻ്റെ സൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, ലെറ്റേഴ്സിൻ്റെ പേരല്ല. ഒരു ഉദാഹരണം പറയാം. ഈ 2 വാക്കുകൾ വായിക്കുക. ഇതിൽ ഫസ്റ്റ് വേർഡ് വേഗം വായിച്ചു കാണും അല്ലേ? പക്ഷേ സെക്കൻഡ് വേർഡ് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും വായിച്ചത്. ഇതിൻ്റെ ലെങ്ത് മാത്രമല്ല കാരണം, ഇതൊരു അൺഫെമിലിയർ വേർഡ് ആയതുകൊണ്ട് ലെറ്റേഴ്സിൻ്റെ സൗണ്ട്സ് വെച്ചിട്ടാണ് ഡീകോഡ് ചെയ്ത് ആ വേർഡ് വായിച്ചത്. ഇത് തന്നെയാണ് ഫോണിക്സിൻ്റെ ഇമ്പോർട്ടൻസ്. കുട്ടികളെ സൗണ്ട്സ് വെച്ച് പഠിപ്പിച്ചാൽ അവർക്കൊരു അൺഫെമിലിയർ വേർഡ് കാണുമ്പോൾ എങ്ങനെ സൗണ്ട്സ് വെച്ച് വായിക്കാം എന്നവർക്ക് പരിചയമാവും. ഇതിലൂടെ പ്രാക്ടീസ് ചെയ്താൽ അവർ വേഗം ഫ്ലുവൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റീഡേഴ്സ് ആകും. ഇത് മാത്രമല്ല, ഫോണിക്സിലൂടെ ഫോണീമിക് അവയർനെസ്സും ഡെവലപ്പ് ആവും. ഫോണീമിക് അവയർനെസ് എന്ന് പറഞ്ഞാൽ സൗണ്ട്സ് കേൾക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും അതേസമയം മാനിപ്പുലേറ്റ് ചെയ്യാനും ഉള്ള കഴിവാണ്. ക്യാറ്റ് എന്നുള്ള വേർഡ് കേട്ടാൽ ആ വേർഡിൽ ഖ, ആ, ട് എന്ന 3 സൗണ്ട്സ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ കുട്ടികൾക്ക് അത് സ്പെൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫോണിമിക് അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ പല സൗണ്ട്സ് ബ്ലെൻഡ് ചെയ്യാനും സാധിക്കുള്ളൂ. ഈ സ്കിൽസ് ഒക്കെ ഫോണിക്സിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാം. സൗണ്ട്സ് പഠിപ്പിക്കാൻ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതികളുണ്ട്. ഞാൻ കുറച്ച് ടിപ്സ് പറയാം. ടിപ്പ് നമ്പർ 1, സൗണ്ട്സ് പഠിപ്പിക്കുമ്പോൾ സ്റ്റോറീസിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നുള്ള സൗണ്ട് എങ്ങനെ സ്റ്റോറി രൂപത്തിൽ പഠിപ്പിക്കാം എന്ന് ഞാൻ പറയാം. A family goes out for a walk. It is very sunny, but the children insist on taking their new umbrellas. Everyone laughs until they see big black clouds on the horizon and it starts to rain. Up goes the umbrellas, ah, ah, ah. Up goes the umbrellas, ah, ah, ah. And the children stay nice and dry and everyone else gets wet. ഇങ്ങനെ ക്യാരക്ടേഴ്സും കോണ്ടെക്സ്റ്റിലൂടെയും സൗണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ മീനിങ് ഫുൾ ആൻഡ് എൻഗേജിങ് ആയിരിക്കും. ഇൻട്രസ്റ്റും അറ്റൻഷനും ഒരേ സമയം മെയിൻറ്റെയിൻ ചെയ്ത് കുട്ടികൾക്ക് സൗണ്ട്സ് വേഗം പഠിച്ചെടുക്കാം. ടിപ്പ് നമ്പർ 2, ഫ്ലാഷ് കാർഡ്സും ആക്ഷൻസും യൂസ് ചെയ്തിട്ട് സൗണ്ട്സ് പഠിപ്പിക്കുക. ഒരു ഉദാഹരണം പറയാം. ഡ ഡ ഡ ഡ ഡ ഡ ഡ. ഇങ്ങനെ കുട്ടികൾക്ക് കണ്ടും കേട്ടും മൂവ്മെന്റ്സിലൂടെ സൗണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സൗണ്ട്സ് വേഗം പിക്ക് ചെയ്തെടുക്കാം. ടിപ്പ് നമ്പർ 3, പഠിപ്പിക്കുന്ന സൗണ്ട്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സും പിക്ചേഴ്സും കാണിക്കാം. പക്ഷേ A ഫോർ ആപ്പിൾ, B ഫോർ ബോൾ ഇങ്ങനെ ചെയ്യരുത്. ആ ആപ്പിൾ, ആ ആരോ, ആ ആൻഡ് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ സൗണ്ട്സ് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 4, സൗണ്ട്സ് സോങ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മ്യൂസിക് സ്റ്റിമുലേറ്റ്സ് ദ ബ്രെയിൻ. പിന്നെ ആ ആ ആ എന്ന് പഠിപ്പിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് ആ ആ, hands on my arms, ആ ആ, hands on my arms, ആ ആ, hands on my arms, they causing me alarm. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സൗണ്ട് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് സൗണ്ട്സ് ഈസിലി മെമ്മറൈസ് ചെയ്യാനും അതേസമയം റീകോൾ ചെയ്യാനും പറ്റും. ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികളെ സൗണ്ട്സ് പഠിപ്പിച്ചാൽ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്ത് കുട്ടികൾ വേഗം ഫ്ലുവൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റീഡേഴ്സ് ആവും. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.